ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എങ്ങനെയുണ്ട് 10ാം ക്ലാസ്? എല്ലാവരും ഗംഭീരമായി തന്നെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ എല്ലാവരുടെയും ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ടെർമിനൽ എക്സാം തന്നെയാണ്, ഓണപരീക്ഷ തന്നെയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 10ാം തീയതി മുതലായിരിക്കും നിങ്ങളുടെ ഓണപരീക്ഷ ആരംഭിക്കാൻ പോകുന്നത്. ഓണപരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഓരോ കുട്ടിയുടെയും മനസ്സിലുള്ള വലിയ ചോദ്യമാണ്, സർ ഫിസിക്സിൽ നിന്ന് എത്ര ചാപ്റ്റേഴ്സ് ഞങ്ങൾ പഠിക്കണം? ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക? ഏത് ചാപ്റ്റർ ആയിരിക്കും ഞങ്ങളെ കുഴപ്പിക്കാൻ പോകുന്നത്? ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ക്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒട്ടേറെ സംശയങ്ങളാണ് നിങ്ങളുടെ ഭാഗത്ത് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതിനെല്ലാമുള്ള ഉത്തരവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, എല്ലാവരും കോമൺ ആയി ചോദിക്കുന്ന കാര്യം, സർ എത്ര ചാപ്റ്റേഴ്സ് ആണ് ഫിസിക്സിൽ നിന്ന് ഓണപരീക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പഠിക്കേണ്ടത്? മക്കളെ, ഉറപ്പായും 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. പക്ഷെ 3ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ്ലി എന്തായാലും ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കില്ല. ദ വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വരെ നിങ്ങൾ പഠിച്ചാൽ മതിയാവും. ഈ 3 ചാപ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജിന് ചോദ്യം വരാൻ പോകുന്നത് 2ാമത്തെ ചാപ്റ്ററായ ലെൻസസിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നതും ആ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. അതിൽ നിങ്ങൾ ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത 2 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ സിമ്പിൾ മൈക്രോസ്കോപ്പ്, അടുത്തെന്ന് പറഞ്ഞാൽ ടെലിസ്കോപ്പ്. ഈ 2 കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുക. സിമിലർ വേ നമ്മുടെ ലെൻസസ് ഫോർമുല, മാഗ്നിഫിക്കേഷൻ, പവർ ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. സോ ഈ പറയുന്ന പോർഷൻസ് കൃത്യമായി തന്നെ പഠിക്കുക. ഈ പഠിക്കാനിരിക്കുന്ന കുട്ടിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, കണക്കുകൾ തന്നെയാണ്. എത്ര തന്നെ പ്രാക്ടീസ് ചെയ്താലും ഈ പറയുന്ന ഫോർമുലാസ് ഞങ്ങൾക്ക് മറന്നു പോകുന്നു, കൃത്യമായി ഞങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രോപ്പർലി പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒട്ടേറെ കൺസേൺസ് ആണ് നിങ്ങൾ ഈ പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മകളെ, അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായ പ്രാക്ടീസ് മാത്രമാണ്. നമ്മൾ ഒരു ചോദ്യം കൃത്യമായി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെ പരീക്ഷയ്ക്ക് വരണമെന്ന വാശി മാറ്റി വെച്ച് ഈ ടോപ്പിക്കിൽ നിന്ന് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഫോർമുല ഓറിയന്റഡ് ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും ക്രാക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന രീതിയിലോട്ട് നിങ്ങളുടെ മെന്റാലിറ്റി മാറ്റുക. സോ അത്രത്തോളം കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ കൃത്യമായ റിവിഷൻ ഇംപ്ലിമെന്റ് ചെയ്യുക. നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ എത്ര എഫക്റ്റീവായിട്ട് റിവൈസ് ചെയ്യുന്നു എന്നത്. സോ ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും അത് വ്യക്തമായി തന്നെ റിവൈസ് ചെയ്യാൻ ആരും തന്നെ മറന്നുപോയതും. പിന്നെ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, സാർ എനിക്ക് പഠിക്കാനൊക്കെ വലിയ താല്പര്യമുണ്ട്, പക്ഷെ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞു വെച്ചാൽ എനിക്ക് ഒരിക്കലും അത് പ്രോപ്പർലി എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. മടുത്ത് ഞാൻ എത്രയും പെട്ടെന്ന് പുസ്തകം അടച്ചു വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് എൻ്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് പോകുന്നു. അതിനെന്താണ് സൊല്യൂഷൻ എന്ന്? മക്കളെ, അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ഇരിപ്പിന് മുഴുവൻ ചാപ്റ്ററും പഠിച്ചു തീർക്കാം എന്ന തോന്നൽ ആർക്കും വേണ്ട. അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ലാലേട്ടൻ ഏതോ സിനിമയിൽ പറയുന്ന പോലെ അതിമോഹമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറിച്ച് നിങ്ങളൊരു ചാപ്റ്ററിനെ ഒരു 7-8 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ അവസാന പാർട്ട് റിവിഷന് വേണ്ടി തന്നെ മാറ്റി വെക്കുക. സോ ഈ 7 പാർട്ടുകളും നിങ്ങൾ കൃത്യമായി തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഓരോ ദിവസവും ഞാൻ എത്രത്തോളം പഠിക്കണം എന്ന രീതിയിൽ ഒരു ഡിസിഷൻ ഫിക്സ് ചെയ്ത് വെക്കുക. ആ ഒരു ടൈം ടേബിൾ കൃത്യമായി എല്ലാവരും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ പഠിക്കാനിരിക്കുന്ന അറ്റ്മോസ്ഫിയർ കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ടി വിയൊക്കെ കാണുന്ന നടുവിൽ പോയിട്ടിരുന്ന് നിങ്ങൾ ഫിസിക്സ് പഠിക്കാമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടപടിയാവില്ല. സോ നിങ്ങളൊരു ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന നിങ്ങൾക്കൊരു സെപ്പറേറ്റ് ആയ ഒരു സ്റ്റഡി ടേബിളോ സ്റ്റഡി റൂമോ നിങ്ങൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് കൃത്യമായ ഒരു സമയം ഇതിനു വേണ്ടി തന്നെ നിങ്ങൾ എല്ലാവരും മാറ്റിവെക്കുക. പഠിക്കാനുള്ള സമയം ഏതാണെന്നും പലരും ചോദിക്കാറുണ്ട്. മക്കളെ, അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഏർലി മോർണിംഗ് ഇരുന്ന് പഠിക്കുന്നതാണ് കൂടുതൽ എഫക്റ്റീവ് ആവുക. സോ അതുപോലെ തന്നെ എല്ലാവർക്കും ആവണമെന്നില്ല. ചിലർക്ക് ഓവർനൈറ്റ് ഇരുന്ന് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. സോ അത് നിങ്ങളെ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ഓരോ ദിവസവും ഒരു 2 മണിക്കൂറെങ്കിലും പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുക. 2 മണിക്കൂർ എല്ലാ ദിവസവും ഫിസിക്സ് പഠിക്കണം എന്നല്ല പറയുന്നത്, കാരണം നമുക്ക് 10ഓളം സബ്ജക്റ്റുകളുണ്ട്. സോ ഫിസിക്സിന് ഒരാഴ്ചയിൽ ഒരു 2 ദിവസം 2 മണിക്കൂർ വീതമെങ്കിലും നിങ്ങൾ ഓരോരുത്തരും പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുക. ഞാൻ വീണ്ടും ഊന്നൽ കൊടുക്കുന്നു, പഠിക്കാൻ തന്നെയാവണം നിങ്ങൾ മാറ്റിവെക്കുന്ന സമയം. ഒരിക്കലും നിങ്ങൾ ആ സമയത്തിരുന്നിട്ട് ഹോംവർക്ക് ചെയ്യലോ അല്ലെങ്കിൽ നോട്ട് എഴുതലോ ആവരുത്. കൃത്യമായിട്ട് ഫിസിക്സ് പഠിക്കുക. അതുപോലെ തന്നെ ഫോർമുലാസും റേ ഡയഗ്രാംസും മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡി ടേബിളിന് മുകളിൽ റേ ഡയഗ്രാംസ് ആണെങ്കിലും ഫോർമുലാസ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. എല്ലാ ദിവസവും കാണുന്ന ഒരു സാധനം നമ്മൾ ഒരു കാരണവശാലും മറക്കാൻ പോകുന്നില്ല. സോ ഈ ഒരു സ്ട്രാറ്റജി ഒന്ന് നിങ്ങളുടെ പഠനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ഓണപരീക്ഷയിൽ ഏറ്റവും മികച്ച മാർക്ക് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനിയും നമ്മുടെ അസ്ത്ര ബാച്ചിനകത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. കറന്റ് നിങ്ങൾക്ക് മൺസൂൺ ഓഫർ ഉണ്ടായിരിക്കും. സോ താഴെ കാണുന്ന നമ്പർ ആരും തന്നെ മറന്നു പോകരുത്, 9995400800. സോ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കുക. സോ മക്കളെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഉഷാറാക്കാം.